കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ സാന്നിധ്യം ഈ കൂടാരത്തിനകത്തുണ്ട്. അതുകൊണ്ട് മുറിവുകളേറ്റ് പലവിധമായ ആവശ്യങ്ങൾക്ക് വേണ്ടി കരയുന്നവരും നിലവിളിക്കുന്നവർക്കും ഉണ്ടായിരിക്കും. നമുക്ക് ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് വേഗത്തിൽ ഓടി. ഞാൻ അധികം സമയം ഇന്ന് എടുക്കുന്നില്ല, യൂത്തിൻ്റെ മീറ്റിംഗ് ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും ഒരു ദൈവിക ശുശ്രൂഷ ആയതുകൊണ്ട് 2-3 കാര്യങ്ങൾ ഞാൻ പറയും. നമുക്ക് വായിക്കാം ഇന്നത്തെ സങ്കീർത്തനം ദൈവം നമുക്ക് നൽകുവാനിടയായത്. അതിൽ നമുക്ക് അതിൻ്റെ 145-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് പൂർണ്ണ ഹൃദയം. ഒരു സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ഹൃദയങ്ങളൊക്കെ വേദനപ്പെടും, മുറിവേൽക്കും, നിരാശകൾ വരും, ഭാരങ്ങൾ വരും. ഇതിനകത്തിരിക്കുന്ന പലരും സന്തോഷിക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. അവരെ ഓർത്ത് ഞാനും സന്തോഷിക്കുന്നു. അപ്പോൾ തന്നെ പലരും ദുഃഖത്തിലായിരിക്കുന്നവരുമുണ്ട്. ഓരോ മീറ്റിങ്ങിന് വരുമ്പോഴും, അത് വിവാഹത്തിന് പോയാലും, മരണത്തിന് പോയാലും, വിശുദ്ധാരാധനയ്ക്ക് പോയാലും, കൺവെൻഷൻ മീറ്റിങ്ങിന് പോയാലും ദുഃഖിക്കുന്നവരും സന്തോഷിക്കുന്നവരും കാണും. എന്നാൽ ദുഃഖത്തോടായിരിക്കുന്നവരെ കർത്താവ് നിങ്ങൾക്ക് വേഗത്തിൽ സമാധാനം തരും, സന്തോഷം തരും. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് പൂർണ്ണ ഹൃദയം. 2-3 വാക്യങ്ങൾ വേഗത്തിൽ എനിക്ക് വായിച്ചു തരണം. ഇവിടെ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്: ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു. സ്തോത്രം. അപ്പോൾ നമുക്കൊരു പൂർണ്ണമായൊരു ഹൃദയം ഉണ്ടായിരിക്കണം, പൂർണ്ണമായൊരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. യേശു ഇപ്പോൾ പൂർണ്ണ ഹൃദയത്തെ കുറിച്ച് പറയാൻ പോവുകയാണ്. യേശു ഒരിക്കൽ പറഞ്ഞു, മത്തായി എഴുതിയ സുവിശേഷം വായിക്കേണ്ട 6:6. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിൽ അടയ്ക്കണം. യേശു പറഞ്ഞത് അക്ഷരികമായ വാതിൽ അടയ്ക്കാനല്ല, പിന്നെയോ യേശുവിൻ്റെ എല്ലാ പ്രഭാഷണങ്ങളും ആത്മീകമായിരുന്നു. യേശു പറഞ്ഞത് നമ്മൾ വീട്ടിനകത്ത് കയറി പ്രാർത്ഥിക്കുമ്പോൾ രാത്രി കഥ അടയ്ക്കുന്ന കാര്യമല്ല, പിന്നെയോ യേശു പറഞ്ഞത് ഹൃദയമാകുന്ന വാതിൽ അടയ്ക്കുവാനാ പറഞ്ഞത്. ഇവിടെ നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ വീട്ടിലേക്ക് പോകാം. നമ്മുടെ മക്കൾ വിദേശത്തുണ്ടെങ്കിൽ അവിടെയും പോകാം. നമ്മുടെ മക്കൾ ബാംഗ്ലൂരിലുണ്ടെങ്കിൽ അവിടെയും പോയി. ഏത് സ്ഥലത്തും നമുക്ക് ഹൃദയം കൊണ്ട് പോകാം. ഇവിടെ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല, അത്ര വേഗതയുള്ളതാണ് ഹൃദയം. ഏത് കാര്യങ്ങളും നമുക്ക് ചിന്തിക്കാം. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നാൽ യേശു പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിരിക്കുമ്പോൾ എല്ലാ വാതിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എത്രയാണ്? വാതിൽ അടയ്ക്കാന്ന് പറഞ്ഞാൽ നിരാശകളുടെ വാതിൽ അടച്ചോളണം, ഭാരത്തിന്റെ വാതിലുകളും അടച്ചോളണം, പ്രതികൂലത്തിന്റെ വാതിലുകളും, ആവശ്യമില്ലാത്ത പിരിമുറുക്കത്തിന്റെ വാതിലുകളും, എല്ലാ ലോകത്തിന്റെ വാതിലുകളും അടച്ചിട്ട് ഒരു നിമിഷം വലിയ ഹൃദയത്തിന്റെ വാതിൽ നിന്ന് തുറന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ തമ്പുരാൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാനിടയാകും. സ്തോത്രം. അപ്പൊ യേശു പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ ലോകമാകുന്ന ഫലിതമാകുന്ന ചിന്തകളുടെ വാതിൽ നിങ്ങൾ അടയ്ക്കണം. അത് ആലയത്തിലേക്ക് കയറി വരുമ്പോൾ ഞാനും നിങ്ങളും എല്ലാ ചിന്തകളുടെയും വാതിൽ അടച്ചാൽ മാത്രമേ നമ്മുടെ വിശുദ്ധ ആരാധന, ദൈവത്തിന്റെ ആരാധന അനുഗ്രഹമായി തീരുകയുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്കൊന്ന് ആത്മാവിൽ ആരാധിച്ച് നമുക്ക് സന്തോഷിക്കുവാൻ കഴിയത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം ഇവിടെ മാത്രം പോരാ, നമ്മുടെ ഹൃദയവും ഇവിടെ വേണമെന്നാണ്. സ്തോത്രം. അപ്പോൾ പൂർണ്ണമായ ഹൃദയത്തോടെ എന്ന് പറഞ്ഞാൽ ശരീരം മാത്രം ഇവിടെ പോരാ, സോമന്റെ ശരീരം മാത്രം ഇവിടെ പോരാ, പിന്നെയോ മനസ്സും ഇവിടെ ഉണ്ടായിരിക്കണം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ശരീരം മാത്രമല്ല, പിന്നെയോ എല്ലാവരുടെ മനസ്സും ഇവിടെ ഉണ്ടെങ്കിൽ തമ്പുരാൻ നിങ്ങൾ അനുഗ്രഹിപ്പാനിടയാകും. സ്തോത്രം. അപ്പോൾ ഒരു ദൂത് പറയുമ്പോൾ നിങ്ങളുടെ ശരീരം മാത്രം ഇവിടെ ഉള്ളെങ്കിൽ നിങ്ങളുടെ മനസ്സ് വേറെ എന്തെങ്കിലും, മക്കളുടെ കാര്യമോ കടഭാരത്തിന്റെ കാര്യമോ മറ്റു പലവിധമായ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചിരുന്നാൽ ഈ പുരോഹിതൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. എന്നാൽ അല്പനിമിഷങ്ങൾ 2-3 മണിക്കൂർ മാത്രമേ നമ്മുടെ വിശുദ്ധ ആരാധനകൾ ഉള്ളൂ. ഈ 2-3 മണിക്കൂർ നമ്മളെല്ലാം മറന്ന്
ഹൃദയം തുറന്നുവിടെ ഇരിക്കുമ്പോൾ തമ്പുരാൻ നമ്മളെ മാനിക്കാനിടയാകും. അപ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിനെ ആരാധിക്കണം. 2-3 വാക്യം നമുക്ക് വായിക്കാം. നമ്മൾ ദൈവത്തെ സ്തുതിക്കേണ്ടത് എങ്ങനെയാണ്? 9-ാമത്തെ സങ്കീർത്തനം 1-ാമത്തെ വാക്യം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാനും നിങ്ങളും ആരാധിക്കേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചാൽ പൂർണ്ണ മനസ്സോടെ. സുവിശേഷത്തിൽ തന്റെ സുവിശേഷം എങ്ങനെയാണ്? പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും ഞാൻ എന്റെ ദൈവത്തിനെ ആരാധിക്കുമെന്ന് മർക്കോസ് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുകയാണ്. ഇന്നു പകൽക്കാലം നമ്മളെ തമ്പുരാനെ സ്തുതിക്കേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചാൽ പൂർണ്ണ ഹൃദയത്തോടെ ഹല്ലേലൂയ നമ്മൾ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം നമ്മളെ പ്രസാദിക്കുവാനിടയാകും. ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ ശിരസിന്മേൽ വീഴുവാനിടയാകും. അപ്പോൾ നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കണം. അടുത്ത ചിന്ത ഇതാണ്, നമ്മൾ ഭാഗ്യവാന്മാരാരെന്ന് ചോദിച്ചാൽ പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കുന്ന ഭാഗ്യവനാണ്. ഈ 119-ാം സങ്കീർത്തനം 58-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു. ഒന്ന് വായിച്ചാട്ടെ. അതാണ് നമ്മൾ വായിച്ചത്. 119-ന്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 50 മോളെ 58 വായിച്ച മോളെ. അപ്പോ കൃപ നമുക്ക് വേണമെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചാൽ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ഹൃദയത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് തമ്പുരാൻ നമുക്ക് ആ കൃപയെ തമ്പുരാൻ നമുക്ക് ചൊരിയുന്നത്. സ്തോത്രം. അവിടെ നമ്മൾ മറ്റ് ഭാഗങ്ങൾ വായിക്കുമ്പോൾ അതിന്റെ 119 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. സ്തോത്രം. അപ്പോൾ ഭാഗ്യവാന്മാരെ കുറിച്ച് ഒത്തിരി വാക്യങ്ങൾ നമുക്ക് വേദപുസ്തകത്തിലുണ്ട്. ഇവിടെ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്. ഈ ചിന്തയെ മനസ്സിൽ നമ്മൾ മറന്നു പോകരുതും. പൂർണ്ണമായ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കണം. പൂർണ്ണമായ ഹൃദയത്തോടെ ദൈവത്തെ ഹല്ലേലൂയ കൃപയ്ക്കായി യാചിക്കണം. ഇവിടെ വാക്യനെയാണ്. ആരാണ് ഭാഗ്യവാൻ എന്ന് ചോദിച്ചാൽ സ്തോത്രം, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുന്നവൻ ഭാഗ്യവനായി തീരുവാനിടയാകും. വേദപുസ്തകത്തിൽ അനേക ഭാഗ്യവാന്മാരെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ഇതാ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ അന്വേഷിക്കുന്നവൻ ഭാഗ്യവനായി തീരുവാനിടയാകും. അപ്പോസ്തലനാകുന്ന പൗലോസ് പറഞ്ഞെങ്ങനെയാണ്? ആരാണ് ഭാഗ്യവൻ എന്ന് ചോദിച്ചാൽ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാനാണ്. 12 കോടി ലഭിക്കുന്നതല്ല ഭാഗ്യം. ഈ ലോക മനുഷ്യനത് ഭാഗ്യമായിരിക്കുമ്പോൾ, അത് നന്മയായിരിക്കുമ്പോൾ ഒരു ആത്മീക പൈതൽ വിളിച്ചു പറയും, എന്റെ ഭാഗ്യം ഏതെന്ന് ചോദിച്ചാൽ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാനാണ്. 32-ാമത്തെ സങ്കീർത്തനത്തിൽ 1-ാമത്തെ വാക്യത്തിൽ ദാവീദ് വിളിച്ചു പറഞ്ഞു, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. 1-ാം സങ്കീർത്തനം 2-ാമത്തെ വാക്യത്തിൽ ആരാണ് ഭാഗ്യവാൻ എന്ന് ചോദിച്ചാൽ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാവും പകലും ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആരാണ് ഭാഗ്യവാൻ എന്ന് ചോദിച്ചാൽ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാനാണ്. ആരാണ് ഭാഗ്യവാൻ എന്ന് ചോദിച്ചാൽ യഹോവയുടെ ന്യായപ്രമാണത്തെ ഒരു 10 മിനിറ്റെങ്കിലും വായിക്കുന്ന ഒരു ദൈവദാസി ഭാഗ്യവതിയാണ്. ഒരു ദൈവവൈതൽ ഭാഗ്യവാനായി തീരുവാനിടയാകും. വെളിപ്പാട് പുസ്തകം 1-ാമത്തെ 3-ാമത്തെ വാക്യം വിളിച്ചു പറഞ്ഞു, ഈ പ്രവചനത്തിന്റെ വാക്കുകൾ വായിച്ചു കേൾപ്പിക്കുന്നവരും കേൾക്കുന്നവരും അത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാൻ. സത്യവേദ പുസ്തകം 66-ാമത്തെ പുസ്തകമാകുന്ന സത്യവേദ പുസ്തകം, അവസാന പുസ്തകം, പ്രവചന ഗ്രന്ഥമാകുന്ന ഈ പ്രവചന പുസ്തകത്തിൽ 1 അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്. ഈ പ്രവചനത്തിന്റെ വാക്കുകൾ എല്ലാവർക്കും വായിപ്പാൻ അറിയത്തില്ല, എല്ലാവർക്കും എഴുതാൻ അറിയത്തില്ല. അപ്പോൾ വായിപ്പാൻ അറിയുന്ന ഒരു സഹോദരി, ഒരു പൈതൽ, ഒരു മകൻ വായിച്ചു കൊടുക്കുമ്പോൾ കേൾക്കുന്നവരും ഭാഗ്യവതിയായി മാറുവാനിടയാകും. വായിക്കുന്നവരും കേൾക്കുന്നവരും പോരാ,
അത് പ്രമാണിക്കുന്നവരും ഭാഗ്യവതിയായി മാറുവാനിടയാകും. ഇന്നു പകൽക്കാലം കർത്താവായ യേശു ക്രിസ്തുവിനെ അറിഞ്ഞ് ഭാഗ്യവതിയായി ഭാഗ്യവന്മാരായി തീർന്ന ദൈവമക്കളിനകത്തുണ്ടെങ്കിൽ വളരെ സന്തോഷത്തോടെ നിമിഷം നമ്മുടെ കരങ്ങൾ നമ്മൾ ഭാഗ്യമുള്ളവരാണ്. നമ്മൾ മാതാവേ, പിതാവേ, നമ്മൾ ഭാഗ്യമുള്ളവരാണ്. എന്തെന്നാൽ യേശുവിനെ അറിയുവാനിടയായി. അവസാനത്തെ ഒരു വാക്യോടെ വായിച്ച വാക്യമാണ് അപ്പോസ്തലപ്രവൃത്തിയിലെ 8-ാം അധ്യായം 36-37 വായിച്ചു നിർത്താം. അവർ ഇങ്ങനെ വഴി പോകുമ്പോൾ വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഷണ്ണൻ, ഇതാ ഞാൻ സ്നാനമേൽക്കുന്ന എന്ത് വിരോധമെന്ന് പറഞ്ഞു. അതിന് ഫിലിപ്പോസ്, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു എങ്കിൽ ആകാം എന്ന് പറഞ്ഞു. സ്തോത്രം. നാം ദൈവത്തെ സ്തുതിക്കേണ്ടത് പൂർണ്ണ ഹൃദയത്തോടെ. നാം ഭാഗ്യവാന്മാരായി തീർന്ന ഒന്ന്, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ നമ്മൾ ഭാഗ്യവാന്മാരുള്ളവരായി മാറും. നമുക്ക് കൃപ ലഭിക്കണമെങ്കിൽ നാം പൂർണ്ണ ഹൃദയത്തോടെ ദൈവസന്നിധിയിലേക്ക് ചെല്ലണം. ഇവിടെ വാക്യങ്ങളെയാണ്, സ്നാനപ്പെടുന്നതും പൂർണ്ണ ഹൃദയത്തോടായിരിക്കണം. ഇതാ തേരിൽ പൊക്കൊണ്ടിരിക്കുമ്പോൾ വെള്ളം കണ്ടപ്പോ ഷണ്ണൻ പറയുന്നു, ഇതാ വെള്ളം, സ്നാനമേൽക്കുന്നതിന് എന്ത് തടസ്സം? ഒരു തടസ്സവുമില്ല. ഭക്തൻ പറഞ്ഞു, ഫിലിപ്പോസ് പറഞ്ഞു, ഒരു തടസ്സവും ഇല്ല. നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു. പ്രിയമുള്ളവരെ, സ്നാനമേൽക്കേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചാൽ സോമം പാഷ് പറഞ്ഞു നിർബന്ധിച്ചിട്ടല്ല, പിന്നെയോ നീ പൂർണ്ണ ഹൃദയത്തോടെ യേശു കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു, ജനിച്ചു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റ് എനിക്ക് വേണ്ടി ജീവിക്കുന്നു. നീ പൂർണ്ണ ഹൃദയത്തോടെ എന്ന് വിശ്വസിക്കുന്നുവോ അന്ന് നീ വെള്ളത്തിൽ മുങ്ങി പൊങ്ങിയാൽ നീ അന്ത്യത്തോളം മരണപര്യന്തത്തോളം നിൽക്കുവാനിടയാകും. ഇത് വചനത്തിന്റെ പഠിപ്പിക്കലാട്ടോ. സ്തോത്രം. ഭാര്യ പറഞ്ഞിട്ടോ, അമ്മ പറഞ്ഞിട്ടോ, ഭാഷന്മാർ പറഞ്ഞിട്ടില്ല, പിന്നെയോ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ എന്റെ യേശു എനിക്ക് വേണ്ടി ജനിച്ചു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റ് എനിക്ക് വേണ്ടി ഞാൻ ജീവിക്കുന്നു, സ്നാനമേൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഒരു സ്ഥാനാർത്ഥി പറയുമ്പോൾ ആ നിമിഷം രാത്രിയാണെങ്കിലും അദ്ദേഹത്തിനെ സ്നാനപ്പെടണം. അപ്പോൾ സ്നാനപ്പെടേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചാൽ നീ പൂർണ്ണ ഹൃദയത്തോടെ പറയുമ്പോൾ മാത്രമാണ്. ഇന്ന് പകൽക്കാലം നമുക്ക് കണ്ണുകളടക്കിയാൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ മറ്റൊരു വാക്യം വായിപ്പിക്കുന്നില്ല, അത് മുമ്പേ പറഞ്ഞു. മർക്കോസിന്റെ സുവിശേഷം വാക്യം ഇങ്ങനെയാണ്, നമ്മൾ തമ്പുരാനെ നമ്മൾ ആരാധിക്കേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഒരു ന്യായാധിപൻ വന്ന് ചോദിക്കുന്നു, കൽപ്പനകൾ ഏതാണ് വലുതെന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞു, നിന്റെ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും ആരാധിക്കണമെന്ന് പറഞ്ഞു യേശു. ഓരോ ആരാധനകളിലും നമ്മുടെ തമ്പുരാനെ, കർത്താവിനെ നമ്മെ രക്ഷിച്ച, രോഗത്തിൽ നമ്മളെ രക്ഷിച്ച, പാപത്തിൽ നമ്മളെ രക്ഷിച്ച, സമാധാനം നൽകിയ ഈ യേശു കർത്താവിനെ ഒന്നേ നമ്മുടെ മരണം വരെ നമ്മൾ കർത്താവിനെ പൂർണ്ണ സന്തോഷത്തോടെ ആരാധിക്കണം. അല്ലെങ്കിൽ കർത്താവിന്റെ വരവ് വരെ പൂർണ്ണ സന്തോഷത്തോടെ. ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല, തമ്പുരാൻ അത് ആഗ്രഹിക്കുന്നില്ല. ഇതാ പെട്ടകം കണ്ടാൽ ദാവീദ് പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കാൻ തുടങ്ങും. അത് ആലയമായിരുന്നാലും അതൊരു പ്രാർത്ഥനയായിരുന്നാലും അത് പെട്ടകം, ദൈവത്തിന്റെ പെട്ടകം കണ്ടാലും പൂർണ്ണ ഹൃദയത്തോടെ എല്ലാം മറന്ന് ഞാനൊരു രാജാവാണെന്നൊന്നും ചിന്തിക്കത്തില്ല, ഞാനൊരു സാധാരണക്കാരനാണെന്ന് ചിന്തിച്ചുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ തമ്പുരാനെ ആരാധിക്കാൻ തുടങ്ങും. അങ്ങനെ ആ ആരാധനയെങ്കിൽ ദാവീദിനെ അനുഗ്രഹിപ്പാനിടയാകും. ഞാൻ ഈ ദാവീദിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ഒരു പോയിന്റ് പറയാറുണ്ട്. ഈ പവിഴ നിറമുള്ള എന്നൊക്കെ പറയാറുണ്ടല്ലോ, പവിഴ നിറമുള്ള ഇങ്ങനെ 6-7 കൂട്ടം ഞാൻ പറയും. എനിക്ക് ഏറ്റവും ഇഷ്ടം ഏതെന്ന് അറിയാമോ? ദാവീദ് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ മാത്രമല്ല, ദാവീദ് ആരാധന പ്രിയനാണ്. എത്ര പേര് സ്തോത്രം ചെയ്യും? അവൻ പവിഴ നിറമുള്ളവനായി, സുനേത്രനായി,
കോമള രൂപിയായി, കിന്നാര നിപുണനായി, പരാക്രമശാലിയായി, യോദ്ധാവായി, വാക്ക് ചാരുതയുള്ളവനും, ഇസ്രായേലിലെ മധുരഗായകനും, ഇസ്രായേൽ രണ്ടാമത്തെ രാജാവും, ദൈവത്തിന്റെ തിരുഹൃദയ പ്രകാരമുള്ള മനുഷ്യൻ എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം നേടണമോ, അവൻ ആരാധന പ്രിയനാണ്. അത് എങ്ങനെയെന്ന് വെച്ചാൽ പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കും. അങ്ങനെ ഒരു ആരാധന നമ്മുടെ ഹല്ലേലൂയ ഭവനത്തിലും നമ്മുടെ ആലയത്തിനകത്ത് വീണ് കഴിഞ്ഞാൽ നമ്മുടെ സ്ഥിതി മാറുവാനിടയാകും. നമ്മുടെ സ്ഥിതി മാറുവാനിടയാകും. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, പൂർണ്ണ ഹൃദയത്തോടെ അങ്ങ് ആരാധിപ്പാം സ്വർഗം ഞങ്ങൾ ഇതുവരെയും സഹായിച്ചു കൊണ്ടിരിക്കും. ഇനിവേലും ഞങ്ങളെ സഹായിക്കും. എല്ലാ അനുഗ്രഹങ്ങളാലും തന്റെ ജനത്തെ ദൈവം അനുഗ്രഹിക്കും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.